നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞിട്ട് നിർത്തിയത്? നമ്മൾ പ്ലാസ്മിനെ കുറിച്ച് പറഞ്ഞു, ഫോമിഡ് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള മെയിലും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഫീമെയിലും മാരേജ് ചെയ്യുന്ന സമയത്ത് കുട്ടി പോസിറ്റീവും മദർ നെഗറ്റീവും ആവുന്ന കേസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താ? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ്. അതിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് തന്നെ നമുക്ക് കൊയാഗുലേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായി എന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് എന്താണ് സംഭവിക്കുക? മുറിവുണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് വരും. പക്ഷെ ആ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ആ ബ്ലഡ് കുറച്ച് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവും. ഈ സ്റ്റോപ്പേജിന് കാരണമായിട്ടുള്ള മെക്കാനിക്കൽ ആക്ഷനിലാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പ് ആവാനുള്ള കാരണം എന്താ? ബ്ലഡ് അവിടെ വന്ന് കൊയാഗുലേറ്റ് ചെയ്യും. നമ്മൾ പ്ലാസ്മ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് എന്താണ്? ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്ലോട്ടിങ്ങിനും കൊയാഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോട്ടിങ്ങിനും കൊയാഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ക്ലോട്ടിങ്ങും കൊയാഗുലേഷനും അല്ലെങ്കിൽ ക്ലോട്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മളിപ്പോ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മളൊരു +2 പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താ, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് ഈ ക്ലോട്ടിങ്ങിനെ കുറിച്ച് മാത്രമായിട്ട് എലാബറേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറെ കോംപ്ലക്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത്രയും ഹൈ റേഞ്ചിൽ നമ്മൾ പറയേണ്ട ആവശ്യം. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ബേസിക് NCERT പറഞ്ഞിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫൈബ്രിനോജനിൽ നിന്നിട്ടാണ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. ഇതാ നമുക്ക് NCERT സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കാം. ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് പറ്റിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 to 3 days ഒക്കെ കഴിയുമ്പോൾ, ഡിപ്പെൻസ് അപ്പോൾ മുറിവിന്റെ സൈസ്. ചെറിയൊരു മുറിവാണെങ്കിൽ പെട്ടെന്ന് നടക്കും, വലിയ മുറിവാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. ബട്ട് സ്റ്റിൽ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ബ്ലാക്ക് സ്കം ഫോം ചെയ്യും, ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു സാധനം ഫോം ചെയ്യും, ഇല്ലേ? അപ്പൊ ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലഡ് സ്റ്റോപ്പ് മുതൽ ഈ ബ്ലാക്ക് സ്കം ഫോം ചെയ്യുന്നതൊക്കെ എന്താണ്? ക്ലോട്ടിംഗ് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നടക്കുന്നത്. ഇതാ ഈ ബ്ലഡിന്റെ ക്ലോട്ടിംഗ് നടക്കുന്നത് ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് കാരണമാണ്. അതായത് ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ മുറിവ് നടക്കുന്നത്. ഒരു മുറിവുണ്ടായി, ആ മുറിവ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫൈബ്രിൻ എന്ന് പറയുന്ന ത്രെഡുകൾ, ഫൈബ്രിൻ ത്രെഡ്സ് ആണ് എന്നാണ് നമ്മൾ പറയാം. ഈ ഫൈബ്രിൻ ത്രെഡ്സ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. എന്നിട്ട് ആ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ഡെഡ് ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ്, അതായത് നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇതൊക്കെ ഡെഡ് ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ് വന്നിട്ട് ഇതിന്റെ എന്ത് ചെയ്യും? ഇങ്ങനെ കൂടും. ഈ ഫൈബ്രിന് വന്നിട്ട് ഇതിങ്ങനെ ക്ലോട്ട് ആവും. അതായത് ഈ ഡെഡ് ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ് വന്നിങ്ങനെ കൂടി നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ക്ലോട്ടിങ് നടക്കുന്നത്. അപ്പം ഇതാ നോക്കാം. ഇറ്റ് ഈസ് എ ക്ലോട്ട് ഓർ കൊയാഗുലേഷൻ ഫോംഡ് മെയിൻലി ഓഫ് എ നെറ്റ്വർക്ക് ഓർ ഓഫ് ത്രെഡ് കോൾഡ് ഫൈബ്രിൻ ഇൻ വിച്ച് ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആർ ട്രാപ്ഡ്. ഈ നെറ്റില് എന്ത് ചെയ്യും? ഈ ഡെഡ് ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ് ട്രാപ്പ് ആവും. എന്നിട്ട് എന്താ സംഭവിക്കുക? ഫൈബ്രിൻ ആർ ഫോംഡ് ബൈ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ ഫൈബ്രിനോജൻ ഉണ്ട്. അത് എല്ലാ സമയത്തും ആക്റ്റീവ് ആണോ? അല്ല. ഇത് ഇനാക്റ്റീവ് ആയിട്ടാണ് പ്ലാസ്മയിലുള്ളത്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പം ഫൈബ്രിനോജൻ എന്താവും? ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഫൈബ്രിൻ ആയിട്ട് മാറും. ഇതാണ് ഫൈബ്രിൻ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇതാ നോക്കാം. ഇത് കുറച്ച് വലിയൊരു റിയാക്ഷൻ ആണ്. ഫൈബ്രിനോജൻ എന്താവും? ഫൈബ്രിൻ ആയിട്ട് മാറും. ഈ ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആയിട്ട് മാറാൻ അവിടെ ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മിക്കവാറും കെമിക്കൽ റിയാക്ഷനിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്റ്റീവ് ആയിട്ട് മാറാൻ അവിടെ എന്തെങ്കിലും ഒരു കോമ്പണന്റ് എൻസൈം വേണം. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡിന് അല്ലെങ്കിൽ റേറ്റിന് കൂട്ടുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ എൻസൈം എന്ന് പറയാം. ഒരു ഓട്ടോമാറ്റിക് എൻസൈം ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല, നടക്കും. ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആയിട്ട് മാറും. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് കുറെ ലോങ് സമയം എടുക്കും. പക്ഷെ എൻസൈം എന്ത് ചെയ്യും? ഈ റിയാക്ഷന്റെ റേറ്റ് കൂട്ടും. അപ്പൊ ഈ റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കും. നമുക്കൊരു മുറിവുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു വൂണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ ക്ലോട്ടിങ് പെട്ടെന്ന് നടക്കണമല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടന്നാൽ പോരാ, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പേജ് ഓഫ് ബ്ലീഡിങ് നടക്കണം. സോ അതിന് ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറണം. അതിന് എന്താണുള്ളത്? ത്രോംബിൻ ആണുള്ളത്. ഇനി ഈ ത്രോംബിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇതൊരു എൻസൈം ആണെന്ന് ആലോചിച്ചിട്ട്, ഈ ത്രോംബിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ ത്രോംബിനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല.
ത്രോംബിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ പ്രോത്രോംബിൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിലൂടെയാണ്. അത് നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ടല്ലോ, ഇതാ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഇൻ പ്ലാസ്മ ബൈ ആക്ടിവേറ്റഡ് ബൈ ത്രോംബിൻ. Thrombin in turn are formed from another inactive substance present in the plasma called prothrombin. An enzyme complex thrombokinase is required for EBO reaction. ഈ മുകളിലുള്ള റിയാക്ഷൻ നടക്കാൻ എന്ത് വേണം? ത്രോംബോകൈനേസ് വേണം. അപ്പൊ ഇങ്ങനെ ആദ്യം ഒരു മുറിവ് പറ്റും. മുറിവ് പറ്റുന്ന സമയത്ത് അവിടെ സ്റ്റിമുലൈ ഉണ്ടാവും. ആ സ്റ്റിമുലൈകൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അതാണ് ഞാൻ പറയുന്നത്, കുറച്ച് ഹയർ ലെവലാണ്. അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മതി. ഒരു മുറിവ് സംഭവിക്കും, അപ്പൊ അവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു മെസ്സേജ് വരും. നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് പറ്റുമ്പോൾ അവിടെ ഒരു മെസ്സേജ് ഉണ്ടാവും. എന്നിട്ട് ആ മെസ്സേജ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? പ്രോത്രോംബിന് ത്രോംബോകൈനേസ് വന്നിട്ട് ത്രോംബിനായിട്ട് മാറ്റും. എന്നിട്ട് ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. അപ്പൊ ഈ ഒരു പ്രോസസ്, ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ഇത് ഇവിടെ നടക്കുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ സീരീസ് ഓഫ് റിയാക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ഇനാക്റ്റീവ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസുകളുടെ ഇൻവോൾവ്മെന്റിലാണ് ഇത് നടക്കുന്നത്. കുറെ ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആക്റ്റീവ് ആകുന്നതിലൂടെയാണ് ഈ കാസ്കേഡ് പ്രോസസ് നടക്കുന്നത്. ഓക്കെ, ഈ കൊയാഗുലേഷനിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതുപോലെ തന്നെ കൊയാഗുലേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന വേറെ സബ്സ്റ്റൻസ് ആണ് എന്ത്? കാൽസ്യം അയോൺ. ഇതിന് ക്ലോട്ടിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റിമുലൈ ഫോം ചെയ്യുന്നതിലും ഈ സ്റ്റിമുലൈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഈ കാൽസ്യത്തിന് ഭയങ്കരമായിട്ടുള്ള റോളുകളുണ്ട്. ഓക്കെ, അപ്പൊ certain factor released by the tissue at the site of injury are initiated the coagulation. അപ്പൊ ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ച് മിനിമം ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അവിടെ എന്തൊക്കെ സബ്സ്റ്റൻസ് ഉണ്ട്? ത്രോംബിൻ ആവും, ത്രോംബോകൈനേസ്. എന്നിട്ട് ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. എന്നിട്ട് ഈ ഫൈബ്രിൻ ത്രെഡുകൾ വന്ന് ഈ വൂണ്ടുള്ള സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യും. അതിൽ ഡെഡ് ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ് വന്ന് ട്രാപ്പ് ചെയ്യും. ഇത്രയാണ് കൊയാഗുലേഷൻ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് പഠിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് കാണാം. ബൈ.